ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ഹിമാലയത്തിനെ പറ്റി പഠിച്ചു, ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റി പഠിച്ചു, അതിൽ നിന്ന് നമ്മൾ ഹിമാലയമാണെന്ന് ഡീറ്റെയിൽ ചെയ്ത് പഠിച്ചു. അവിടുത്തെ നദികള്, അവിടുത്തെ ഗിരികന്ധരങ്ങള്, അവിടുത്തെ മണ്ണ്, അവിടെ വളരുന്ന സസ്യങ്ങള്, അവിടുത്തെ പല സവിശേഷതകളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവിടുത്തെ വൈൽഡ് ലൈഫിനെ പറ്റിയിട്ടാണ്. ഓക്കെ, വൈൽഡ് ലൈഫ്, വന്യജീവി സമ്പത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നവുമാണ്. ഓക്കെ, നല്ല ഒരുപാട് വന്യജീവികൾ കാണാൻ പറ്റും. ഹിമാലയൻ റീജിയൺ ഈസ് ദ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഓഫ് സെവറൽ വൈൽഡ് ആനിമൽസ് ലൈക്ക് ഏതൊക്കെയുള്ളത്? യാക്ക് ഉണ്ട്, കസ്തൂരിമാൻ ഉണ്ട്, ഒറ്റക്കൊമ്പൻ ഉണ്ട്, കാണ്ടാമൃഗമുണ്ട്, ഹിമപ്പുലി തുടങ്ങി നിരവധി ജീവി വർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രങ്ങളാണ് ഇവിടെ. ഏതൊക്കെയുള്ളത്? യാക്കുണ്ട്, മസ്ക് ഡിയർ അല്ലെ, കസ്തൂരിമാനുണ്ട്, സിംഗിൾ ഹോൺഡ് റൈനോസറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമുണ്ട്, സ്നോ ലെപ്പാർഡ് ഉണ്ട് അല്ലെ, ഹിമപ്പുലി ഉണ്ട്. അപ്പം ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമുക്ക് പട്ടീനെയും പൂച്ചയും ഒക്കെ കാണാൻ പറ്റുക. ഇവിടെ വൈൽഡ് ലൈഫ് ആയിട്ടുള്ള, നമ്മുടെ വൈൽഡ് അല്ലല്ലോ, അപ്പൊ വൈൽഡ് ലൈഫില് യാക്ക്, മസ്ക് ഡിയർ, സിംഗിൾ ഹോൺഡ് റൈനോസറസ്, സ്നോ ലെപ്പാർഡ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് കേട്ടിട്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഇൻ ദ ഹിമാലയൻ ടെറൈൻ അല്ലെ. അവിടുത്തെ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ബയോസ്ഫിയർ റിസർവ് അല്ലെങ്കിൽ ജൈവമണ്ഡല റിസർവുകൾ എന്ന് പറയും. അതുപോലെ തന്നെ നാഷണൽ പാർക്ക് അഥവാ ദേശീയ ഉദ്യാനങ്ങള്, വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെ. വന്യജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ലൈഫാണ്, അതിന്റെ സങ്കേതം, അതാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഇതെല്ലാം വന്യജീവി സമ്പത്തിനെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പം നാഷണൽ പാർക്ക് ആയിക്കോട്ടെ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ് ആയിക്കോട്ടെ, ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഇത്തരം വന്യജീവികളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തിലാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകളാണ്. ഇന്ത്യയിലുള്ള വെസ്റ്റേൺ ഹിമാലയയിൽ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതാണ്? ഡച്ചിഗാം ഉണ്ട്, ജമ്മു കാശ്മീരിലെ ഡച്ചിഗാം ഉണ്ട്, ഹെമീസ് ലഡാക്കിലുള്ള ഹെമീസ് ഉണ്ട്, അതുപോലെ തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ് പൂക്കളുടെ താഴ്വര എന്ന് പറയും, വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡിലാണുള്ളത്. അതുപോലെ തന്നെ കോർബറ്റ് ഉണ്ട്, ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. പിന്നെ ഇതാ രാജാജി ദേശീയോദ്യാനം അല്ലെങ്കിൽ രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിൽ. അപ്പൊ ഏതൊക്കെയാണ്? ഡച്ചിഗാം ഉണ്ട്, ഹെമീസ് ഉണ്ട്, പൂക്കളുടെ താഴ്വര അല്ലെങ്കിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്, കോർബറ്റ് ഉണ്ട്, രാജാജി ദേശീയോദ്യാനം. അപ്പം ഇത്രയുമാണ് പടിഞ്ഞാറൻ അല്ലെങ്കിൽ വെസ്റ്റേൺ ഹിമാലയാസിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദേശീയോദ്യാനങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഈസ്റ്റേൺ ഹിമാലയയിൽ നോക്കുമ്പം കാഞ്ചൻജംഗ എവിടെയാണുള്ളത്? സിക്കിമിലുണ്ട്, കാഞ്ചൻജംഗയുണ്ട്. പിന്നെ ഏതാണ്? ദിബ്രു സെയ്ക്കോവ. ഓക്കെ, ദിബ്രു സെയ്ക്കോവ ആസാമിലാണ്. അതുപോലെ തന്നെ കാസിരംഗ അതും ആസാമിലാണ്. മാനസ് ഉണ്ട്, ആസാമിലാണ്. പിന്നെ കെയ്ബൂൾ ലഞ്ചാവോ ഉണ്ട്. കെയ്ബൂൾ ലഞ്ചാവോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലെ ആ പേര്. അപ്പം കെയ്ബൂൾ ലഞ്ചാവോ ഉള്ളത് മണിപ്പൂരിലാണ്. അപ്പം ഈസ്റ്റേൺ ഹിമാലയയിൽ ഏതൊക്കെയാണുള്ളത്? കാഞ്ചൻജംഗയുണ്ട്, ദിബ്രു സെയ്ക്കോവ ഉണ്ട്, കാസിരംഗയുണ്ട്, മാനസ് ഉണ്ട്, കെയ്ബൂൾ ലഞ്ചാവോ ഉണ്ട്. നെക്സ്റ്റ് നമ്മള് അവിടുത്തെ കൃഷി, സോയില് പഠിച്ചു, വെള്ളം പഠിച്ചു അല്ലെ, നദി പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് അവിടെയുള്ള സസ്യങ്ങള്, മൃഗങ്ങളൊക്കെ നമ്മൾ നോക്കി, വൈൽഡ് ലൈഫ് ഒക്കെ നോക്കി. നെക്സ്റ്റ് നമ്മൾ അവിടുത്തെ കൃഷിയാണ് നോക്കുന്നത്. കൃഷി. സോ agriculture is sparse in the mountainous region due to the limitation of the terrain. അപ്പം ഭൂപരമായിട്ടുള്ള പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഓക്കെ, മലേന്റെ മുകളിലൊക്കെ കൃഷി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് അല്ലെ. എലിവേഷൻ, സ്റ്റീപ്നെസ് ഓഫ് സ്ലോപ്പ്, ഇമ്മച്ചുർ സോയില്, ലോ ടെമ്പറേച്ചർ അല്ലെ, നല്ല തണുത്ത കാലാവസ്ഥയാണ്, എക്സെട്ര ആർ ദി അഡ്വേഴ്സ് ഫാക്ടേഴ്സ്. ഈ അഡ്വേഴ്സ് ഫാക്ടേഴ്സ് എന്റെ മക്കള് മസ്റ്റ് ആയിട്ട് നോക്കി വെക്കണം. എന്തുകൊണ്ടാണ് ഈ പർവ്വത പ്രദേശത്തിൽ എന്ത് ചെയ്യാൻ പറ്റാത്തത്, നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റാത്തത് എന്ന് നിങ്ങളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം?
ഉയരം അല്ലെ, നല്ല ഹൈറ്റിൽ പോയിട്ട് കൃഷി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? നല്ല ഹൈറ്റിൽ കയറി രാവിലെ തന്നെ കയറി പോകണം അല്ലെ. അതൊക്കെ എന്താണ്, ഹൈറ്റ് ഒരു പ്രശ്നം തന്നെയാണ്. അതുമല്ല അവിടെ പ്ലാന്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത്, അതിന്റെ ആ സ്ട്രക്ചർ അല്ല, ചെടിയാക്കി വളർത്തി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഉയരമുണ്ട്, നല്ല ചരിവ് അല്ലെ, ചെങ്കുത്തായിട്ടുള്ള ചരിവുണ്ട്, പാകമാകാത്ത മണ്ണ് അല്ലെ, ഇമ്മച്ചുർ ആയിട്ടുള്ള സോയിൽ ഉണ്ട്, താപനില ടെമ്പറേച്ചർ വളരെ കുറവാണ്, കുറഞ്ഞ താപനിലയുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യാമാണ്, ഇതൊക്കെ പ്രതികൂല ഘടകങ്ങളാണ്. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഉയരം, അല്ലെങ്കിൽ നല്ല ചരിവുണ്ട്, അല്ലെങ്കിൽ മണ്ണത്ര കൊള്ളാത്തതാണ്, അല്ലെങ്കിൽ വേറെന്താണ്, ടെമ്പറേച്ചർ നല്ല കുറവാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആൾക്കാര് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഉപജീവനത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കൃഷികളൊക്കെ അവിടെ ചെയ്ത് നോക്കാറുണ്ട്. സോ അതാ പറയുന്ന, സ്റ്റിൽ the resident communities engage in different subsistence agricultural activities. They terrace the mountain slopes to cultivate suitable crops like അവര് മൗണ്ടൈൻ സ്ലോപ്പില് എന്താ, നെല്ല് അല്ലെ, പാഡി കൃഷി ചെയ്യുന്നുണ്ട്, ലെഗ്യൂംസ് കൃഷി ചെയ്യുന്നുണ്ട്, പൊട്ടറ്റോസ് ഡ്യൂറിങ് ദ റെയിനി സീസൺ അല്ലെ, മഴക്കാലത്ത് അവര് എന്താണ്, പർവ്വത ചെരുവുകളിൽ തട്ടായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള വിളകൾ അവര് കൃഷി ചെയ്യുന്നുണ്ട്. നെല്ല്, പയറുവർഗ്ഗങ്ങൾ അല്ലെ, ലെഗ്യൂംസ്, ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ എന്നിവ മഴക്കാലത്തും, ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ മഴക്കാലത്ത് അവര് കുറച്ച് സാധനങ്ങൾ അല്ലെ, ലൈക്ക് പാഡി, ലെഗ്യൂംസ്, പൊട്ടറ്റോസ്. ആൻഡ് ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്പും വീറ്റും എപ്പോഴാണ്, സ്പ്രിംഗ് സീസണിലും അവര് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം കൃഷി ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്ഥലമാണെങ്കിൽ പോലും അവര് കൃഷി ചെയ്ത് ശ്രമിക്കുന്നുണ്ട്. Tea is a major crop along mountain slopes and valleys of eastern Himalayas, especially in the Assam and Darjeeling regions. അപ്പം ഹിമാലയത്തിന്റെ തട്ടുകൃഷിയിടമായിട്ട് കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസാം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിയാണ് കൂടുതലായിട്ടും ഉള്ളത് അല്ലെ. ടീ പ്ലാന്റേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, മുംബൈ ടീ കുറച്ച് ഫേമസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. And the tribal population of the northeastern hills, on the other hand, follow traditional practices such as shifting cultivation. അപ്പം ട്രൈബൽ പോപ്പുലേഷൻ ആണെങ്കിൽ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നവരാണ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കാട് വെട്ടിത്തളിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാണ്, തീയിട്ടിട്ട് ആ ആഷസ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് അവിടെ വിത്തെറിഞ്ഞിട്ട് അങ്ങനെ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് അവർ കൃഷി ചെയ്യില്ല. അത് കഴിയുന്ന സമയത്ത് അവർ വേറെ സ്ഥലം തേടിയിട്ട് പോകും. ആ ഒരു കൾട്ടിവേഷൻ ആണ് എന്ത് പറയുന്നത്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പം ഈ ഒരു ഗോത്രവിഭാഗം എന്താണ് ചെയ്യുന്നത്, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പാരമ്പര്യ തരത്തിലുള്ള കൃഷി രീതികളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തേയില കൃഷിയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആനിമൽ റിയറിങ് അല്ലെങ്കിൽ മൃഗപരിപാലനം. നമ്മൾ പഠിച്ചു വൈൽഡ് ലൈഫ് എങ്ങനെയാന്ന് പഠിച്ചു അല്ലെ, എങ്ങനെയാണ് വൈൽഡ് ലൈഫ്, മൃഗങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് മൃഗപരിപാലനമാണ്. ആനിമൽ റിയറിങ് ഈസ് ദ മെയിൻ occupation of those living in the Himalayan mountains. Climate varies according to elevation and the type of animals reared also varies accordingly. അപ്പം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിതമാണ് മൃഗപരിപാലനം. അപ്പം അവര് കൃഷിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിലും അവര് എന്ത് ചെയ്യുന്നുണ്ട്, മൃഗപരിപാലനം അവർ കാര്യമായിട്ട്. നമ്മൾ നേരത്തെ ഷിപ്പേർഡ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പം പ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തു മൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നുണ്ട്. അപ്പം ഹൈറ്റിനനുസരിച്ച് പലതിനും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർ സെലക്ട് ചെയ്യുന്ന ചെടികൾ നല്ല ഹൈറ്റില് പുൽമേടുകളാ വരുന്നത്. അപ്പൊ അതുപോലെ മൃഗങ്ങളെ അവര് ചൂസ് ചെയ്യുന്നതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. Goat and cattle are kept in the valleys, whereas sheep and hogs are reared in the mountain slopes. At the extremely cold regions of Himachal and Ladakh, species that can resist severe cold such as yak are
റിയഡ്. അപ്പം താഴ്വാര പ്രദേശത്തിലൊക്കെ ആടും പശുവിനെയൊക്കെയാണ് അവര് വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലെയുള്ള മൃഗങ്ങളെയും വളർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗുജ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുജ്ജർസ് ആർ ദ ഷെപ്പേർഡ്സ് ട്രൈബ്സ് who live in the mountain meadows of western Himalayas. അപ്പം ഗുജ്ജർ എന്ന് പറയുന്ന ആരാണ്? ഗുജ്ജർ എന്നത് നിങ്ങള് പുതിയൊരു വേർഡാണ് അല്ലെ, അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. ഗുജ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ എന്ന് പറയുന്നത്. അപ്പം പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളില് അവര് മൃഗപരിപാലനം അല്ലെ. ഗുജ്ജേഴ്സ് ആർ ദ ഷെപ്പേർഡ്സ് ട്രൈബ്സ് who live in the mountain meadows of western Himalayas. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൂറിസം. അപ്പൊ നമ്മള് മൃഗപരിപാലനം നോക്കി. നെക്സ്റ്റ് ടൂറിസം. Tourism, as the geographical conditions are favorable, the entire Himalayan regions has become a zone with high economic potential for tourism. അല്ലെ, ഹിമാലയം പോവാന്നൊക്കെ പറയുന്ന എല്ലാ ആൾക്കാർക്കും ടൂറിസം ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലെ. സോ ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയാണ് അല്ലെ. ടൂറിസം വഴി ഒരുപാട് വരുമാനം കിട്ടുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലകളിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത് അല്ലെ. ഹിമാലയത്തിൽ അവന്റെ മറ്റേ ബദ്രീനാഥ് ഒക്കെ അല്ലെ. അപ്പം എന്താണ് ടൂറിസവുമായിട്ട് ആദ്യം ആൾക്കാർ എന്താ ഹിമാലയത്തില് ശിവന്റെ ഒക്കെ ഒരു ഇതിൽ പോകുന്നല്ലേ, തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട യാത്ര ചെയ്യും. അത് പിന്നീട് ടൂറിസം സംവിധാനമായിട്ട് മാറ്റിയതാണ്, കൂടുതൽ എക്സ്പാൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. സോ ട്രാവൽസ് അസോസിയേറ്റഡ് വിത്ത് pilgrimage were what initiated the development of tourism in these regions. There are several pilgrim centers in this region such as Kailas അല്ലെ, കൈലാസം ഉണ്ട്. അപ്പം പല പിൽഗ്രിം ഉണ്ട്. കൈലാസം, മാനസരോവരം, അമർനാഥ്, ഹേമകുണ്ട സാഹിബ് അല്ലെ തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. പല വർഷങ്ങൾക്ക് മുമ്പ് ദീസ് പ്ലേസസ് ഹാവ് ബീൻ അട്രാക്ടിങ് ട്രാവലേഴ്സ് ഫോർ സെഞ്ചുറീസ് ആയിട്ട് അവിടെ ആൾക്കാർ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. സോ the second phase of tourism developed in the Himalayan mountain region began in the 19th century when the British identified the area's favorable climate. The resort towns such as Shimla, Darjeeling, Shillong, Almora, Ranikhed, Mussoorie and Nainital are the important tourist centers. അപ്പൊ നിങ്ങള് എന്താണ് 19ാം നൂറ്റാണ്ടില് ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഏതൊക്കെയാണ് സ്ഥലങ്ങള്? ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിഖേഡ്, മുസോറി, നൈനിറ്റാൾ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ വളരെ ഫേമസ് ആണ് അല്ലെ. നൈനിറ്റാള് ഒക്കെ വളരെ, ഡാർജിലിംഗ്, നൈനിറ്റാൾ ഒക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഈ പേരുകളെല്ലാം നിങ്ങൾ ഓർക്കണം. നൈനിറ്റാളും ഡാർജിലിംഗും എസ്പെഷ്യലി ഓർത്തു വയ്ക്കുക. ഓക്കെ, the third stage of modern, അപ്പൊ ഫസ്റ്റ് പിൽഗ്രിമേജ് ആയിട്ട് രണ്ടാമത് ബ്രിട്ടീഷുകാര് കണ്ടുപിടിച്ച സംഭവങ്ങള്. third stage of modern tourism development began in the Himalayan region after the conquest of Mount Everest by Sherpa Tenzing Norgay and Edmund Hillary on 29th May 1953. മൂന്നാം ഘട്ടത്തിൽ അല്ലെ, മെയ് 29ന് അല്ലെ, മെയ് 29th. ഏത് മെയ് 29th? 1953.
അല്ലെ. 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും, ആരാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആൾക്കാര്? ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കോൺകർ ചെയ്തു അല്ലെ. അതിനുശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിപ്പിച്ചത്. ഓക്കെ, അപ്പം പിൽഗ്രിമേജ് അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ഒന്നാം ഘട്ടത്തില്, പിന്നെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷമാണ്. ഓക്കെ, അതാണ് ആധുനിക ടൂറിസം എന്ന് പറയുന്നത്. Today, the adventure tourism sector promoting mountaineering, paragliding, skiing, etc. has developed significantly in this region. ഇന്ന് പർവ്വതാരോഹണം അല്ലെ, എന്താ മൗണ്ടൈനിയറിംഗ്, അതുപോലെ തന്നെ പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ന് ഭയങ്കര ഫേമസ് ആണ് അതൊക്കെ. Himalaya is not an obstruction. Instead, it is a door kept open for the world beyond. എന്താ പറയുന്ന, ഹിമാലയ പർവ്വതം ഒരു പ്രതിബന്ധമല്ല, നമുക്കൊരു ഒബ്സ്ട്രക്ഷൻ അല്ല അത്, പകരം അത് പുറം ലോകത്തേക്ക് തുറന്നിട്ട കവാടമാണെന്നാണ് പറയുന്നത്. പുതിയ അറിവിന്റെയും അതിജീവനത്തിന്റെയും അനുരൂപീകരണത്തിന്റെയും പാതകളിലേക്ക് തുറന്നിട്ട വാതിലുകളാണ് ഹിമാലയം എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ ചാപ്റ്റർ ഉണ്ടാവുന്നത്. ദ ഹിമാലയാസ് ഓപ്പൺ ഡോർസ് ടു ദി പാത്സ് ഓഫ് ന്യൂ നോളജ്, സസ്റ്റനൻസ് ആൻഡ് അഡാപ്റ്റേഷൻ. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്? ഓക്കെ, ഹിമാലയാസിനെ പറ്റി പഠിച്ചു അല്ലെ. ഫസ്റ്റ് നമ്മളുടെ ടോപ്പോഗ്രഫി അനുസരിച്ചുള്ള ഡിവിഷൻ പഠിച്ചു. ഹിമാലയാസ് അതിന്റെ ടൈപ്പ് ലൈക്ക് ഏരിയ വൈസ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു അല്ലെ. അതിനുശേഷം അവിടുത്തെ സോയില് പഠിച്ചു, അവിടുത്തെ പ്ലാന്റ്സ്, അതിന്റെ ആനിമൽസ്, അതുപോലെ തന്നെ ആനിമൽ വിയറിംഗ്, അഗ്രികൾച്ചർ, വെതർ അല്ലെ. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അവിടുത്തെ ഗ്ലേഷ്യർ, നദികൾ എല്ലാം, ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ നമ്മൾ നോക്കി. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. സോ നന്നായിട്ട് വായിക്കുക, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്റർ കുറച്ച് ലെങ്തി ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.